അപ്പോ കൊരങ്ങൻ ചത്ത കാക്കാലിനെ പോലെ ഇവിടെ കുത്തിയിരിക്കുക. പനി കഴിഞ്ഞ് കുളിച്ചു എന്നറിഞ്ഞു. അതാ നടയടച്ചുടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നേ. കുളിച്ചിട്ടൊന്നുമില്ല, മേല് കഴി. എന്നാ വാ നമുക്കൊന്ന് കറങ്ങാൻ പോവാ. ഞാൻ വരണില്ല, കാറ്റത്തും തണുപ്പത്തൊന്നും ഇറങ്ങല്ലെന്നാ അനിയൻകുട്ടി പറഞ്ഞേ. നിനക്ക് പനി വന്നാ പിന്നെ 5-6 ദിവസം എന്റെ കാര്യം പോക്കാം. മിണ്ടാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല. എനിക്ക് പനി വരുമ്പോ നിനക്കും കൂടി വന്നെങ്കില് ഒന്നിച്ച് കിടന്ന് സംസാരിക്കായിരുന്നു. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. ശരിക്ക് അസലായിട്ടുണ്ട്. ഇതിലും നിന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ അബദ്ധം പറ്റിയതാ. നീ ജനിക്കണ സമയത്ത് മനുഷ്യരുടെ ആത്മാക്കളുടെ സ്റ്റോക്ക് തീർന്നപ്പോ ഒരു കഴുതയുടെ ആത്മാവ് ഫിറ്റ് ചെയ്താണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതെയോ? സംശയമുണ്ട്, അച്ഛൻ വരരുത് പോയി ചോദിച്ചോളൂ. നീ പോകല്ലേ, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ പോണേ? അച്ഛനോട് ചോദിച്ചിട്ട് അബദ്ധം പറയല്ലേ. ഇങ്ങോട്ട് വന്നേ. കഴുതയുടെ ആത്മാവ് നിനക്കല്ല, എനിക്കാ ഫിറ്റ് ചെയ്ത് തന്നെ. ആണോ? ചന്ദ്രേട്ടന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് ഓർത്തേ ഉള്ളൂ. അത് ശരി. അപ്പൊ എപ്പോഴും ഓർക്കാറില്ലെന്ന് അർത്ഥം. ഓ പിന്നെ എനിക്കിവിടെ വേറെ പണിയുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകും. തിരിച്ചു വരുന്നവരെ ഓർക്കാനുള്ള ഭാഗം ഉണ്ടാക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. അമ്മായി എന്തേ? കുളിക്കുക. അമ്മാവനോ? അച്ഛനും ഏട്ടനും കൂടി ഏതോ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിറങ്ങിയതാ. അമ്മായി കുളിക്കാൻ കേട്ട് കുറെ നേരം ആടി. ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ വന്ന സമയം കൃത്യം. ആരെങ്കിലും കാണും. കണ്ടോട്ടെ, എല്ലാരും കണ്ടോട്ടെ. നിന്നെ ആരെങ്കിലും കണ്ണു വെക്കുന്നതിന് മുമ്പ് പുറത്ത് നാലാൾ അറിയട്ടെ നീ എന്റെ പെണ്ണാണെന്ന്. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. കോളേജിലായിരുന്നാലും ഹോസ്റ്റലിലായിരുന്നാലും നീയാ മനസ്സ് മുഴുവൻ. 3 ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സാവാൻ പറഞ്ഞതേ നിന്നെ കൂടെ മെഡിസിൻ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ മണ്ടി. എന്നിട്ട് 3 ചാൻസ് ആയിട്ട് പാസ്സായോ നീ? ഡോക്ടർ ചന്ദ്രശേഖരന്റെ വൈഫ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് എങ്കിലും ആവണ്ടേ? ഒരു നല്ല ഭാര്യയാകാൻ ഡിഗ്രി ഒന്നും വേണ്ട. അത് ശരിയാ. ഭാര്യയാകാനും പിള്ളേരെ പറ്റി വളർത്താനും വലിയ ഡിഗ്രി ഒന്നും വേണ്ട. പക്ഷെ കുറച്ച് പഠിപ്പുണ്ടേലേ കോമൺ സെൻസ് കൂടും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. ആഹാ, ചന്ദ്രനോ? സംസാരം കേട്ടപ്പോ ഞാൻ സംശയിച്ചു ഇപ്പൊ ഇവിടെ ആരാണെന്ന്. എന്നാ അമേരിക്കക്ക് പോണേ? വ്യാഴാഴ്ച പുലർച്ചെ. അപ്പോ പഠിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടുള്ളൂ? ഇടയ്ക്കൊന്ന് വന്നോണോന്നുണ്ട്. കേട്ടോ അമ്മായി, ഞാനൊരു കണ്ടീഷൻ വെക്കാൻ പോവാ. 3 ഡിഗ്രി എങ്കിലും കടന്നുകൂടിയിട്ടേ ഞാനുള്ള കൂട്ടിക്കൊണ്ടു പോകുന്നുള്ളൂ. അങ്ങനെ ആച്ചാ പെണ്ണിന് ഈ ജന്മം മിന്നുകെട്ടുണ്ടാവില്ല. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കേറാം. ഇവള് ചായ കൂട്ടിയ ബേഷായിരിക്കും. എങ്ങനെ ഉണ്ട് സെൻസ്? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാ നീ എനിക്ക് പച്ചവെള്ളം തരില്ലെന്നാ തോന്നുന്നത്. അമ്മായി ചായ കൂട്ടി വരുന്നവരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവരെ എന്താ? അല്ല, ചായ വേണ്ട, കാപ്പി മതിയെന്ന് പറയായിരുന്നു. നിന്റെ അപ്പോ മോനെ, അപ്പോട്ടാ എവിടെ പോയി ചെക്കൻ? അപ്പൂനെ ഇവിടെയും കാണാനില്ലല്ലോ ദേവു. അസുഖം കഷ്ടിച്ച് ഭേദമായിട്ടല്ലേ ഉള്ളൂ. പുറത്തൊന്നും ഇറങ്ങി നടക്കാറായിട്ടില്ല. പുറത്തൊന്ന് ഇറങ്ങിന്ന് വെച്ചെന്താ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നീ അവനെ എവിടെങ്കിലും പറഞ്ഞയച്ചോ? ഓ, ഞാൻ ഇങ്ങോട്ടും പറഞ്ഞയച്ചില്ല. സൂര്യൻ ഉച്ചയിൽ നിൽക്കുമ്പോ എന്തിനാ വാരശ്ശേരെ പച്ച കള്ളം പറയണത്? ഭാസ്കരൻ കണ്ടോ അപ്പൂനെ? കണ്ടു. ചന്തമുക്കില് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇളയമ്മ പറഞ്ഞു ഓടുന്നു. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. ഓ, ഞാനത് ഓർത്തില്ല. പറഞ്ഞയച്ചു. ചന്ദ്രൻ പോവല്ലേ? അവൻ എന്തേലും ഉണ്ടാക്കി കൊടുത്ത് അയക്കണോന്ന് നിങ്ങളെന്നല്ലേ പറഞ്ഞേ? അതിന് അപ്പൂനെ അയക്കണോ? എന്നോട് പറയാറുന്നില്ല നിനക്ക്? അടുക്കളയിലെ വല്ല കാര്യവും നിങ്ങളോട് പറഞ്ഞ നടപ്പുണ്ടോ? പറയുമ്പോ വാരമാസ് തെറ്റിദ്ധരിക്കരുത്. ഈശ്വരൻ പോലും സഹിക്കാത്ത പ്രവൃത്തികളാ വാരശ്ശേരി ആ കൊച്ചിനോട് കാണിക്കണത്. താനാ തേങ്ങക്കാരനെ പോയി കണ്ടോ? കണ്ടു. ഇന്ന് വിളിച്ചോണ്ട് വരാറുന്നില്ലേ? മുഴുവൻ കിടന്ന് ചെയ്യുക. ഉണ്ണിമായേ, ദേ കണ്ടോ അപ്പു? ഉണ്ണിമായെ, നിനക്കൊരു ബുക്ക് തന്നയച്ചിരിക്കണോ? തെക്കേടത്തെ ഗോപി.
ഏട്ടാ എങ്ങനെയാ? എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. പിടിച്ചോ. പഠിച്ചിട്ട് ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എന്താ കണ്ടില്ലേ? പ്രേമലേഖനം കൊടുത്തയച്ചിരിക്കുന്നു. അത് സ്വന്തം സഹോദരന്റെ കയ്യില്. കുടുംബത്തിന്റെ മാനം അയ്യോ വേണ്ട. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ? ഒരു വല്ലതും അറിയാവോ? വാർത്തയിലെ കൊച്ചിനെ അകത്തോട്ട് എന്താ മാഷയെ കാണിച്ചത്? ഞാൻ പിന്നെന്താ വേണ്ടേ? താ പറ. പ്രായത്തിന്റെ വിവരക്കേടാന്ന് കരുതി ഉപദേശിക്കുക, നേർവഴിക്ക് നയിക്കുക, അത്ര ചെന്ന് മോളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഉണ്ണിമായ തല്ലി എന്തിനാ? ഉണ്ണിമായ എന്തിനാ തല്ലിയെന്ന്? ഞാൻ എന്താ പറയാ ഭാസ്കര? ഉണ്ണിമായ തല്ലി എന്തിനാണെന്ന്? അപ്പൊ വാ, ഭാഷമാമൻ പറഞ്ഞുതരാം. വാ. ഗോപി ബുക്കെന്നാ ഇനി വാങ്ങണ്ട. മായക്കുട്ടി ചീത്തേക്കാനാ അവന്റെ പണി. ആരും കാണാതെ വേണം ഉണ്ണിമായ ഇടയിൽ ബുക്ക് കൊടുക്കാൻ. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. അപ്പു വേണ്ട, വേണ്ട അപ്പു, അപ്പു വേണ്ട, വേണ്ട, വേണ്ടാന്ന് പറഞ്ഞ് വേണ്ട, വേണ്ട അപ്പു. കൊല്ലുന്നു. നീ ഉണ്ണിമായ ചീത്തയാക്കും അല്ലടാ. അപ്പോ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ നോക്കിക്കോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പോ